ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് അവരുടെ കറൻറ്റ് സിറ്റുവേഷനിൽ 5 കാർഡ്സ് എടുക്കാം, 6 കാർഡ്സ് എടുക്കാം. അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫുൾ കാർഡ് വന്നിരിക്കുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, നയൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. നയൻ ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി എടുക്കാം. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ്, എംപ്രസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിന്റെ. അവരുടെ കറണ്ട് എനർജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നെഗറ്റീവ് എനർജിയിലാണ്. കണ്ടല്ലോ, അവരിപ്പോൾ നെഗറ്റീവ് എനർജിയിലാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, മനസ്സിലായി. ഏതോ ഒരു വ്യക്തി വന്നുകൂടി നിങ്ങൾ തമ്മിലുള്ള കണക്ഷന് പ്രശ്നമായിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയിലാണെന്നാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ്. അവരിവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും മുന്നോട്ട് വന്നിരിക്കാം. എന്തായാലും ശരി, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എന്നാണ് കാണുന്നത്. താഴെ വന്നിരിക്കുന്നത് എന്നാൽ കൂടെയും അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും അവരെ വിട്ടുപോയിരിക്കുന്നത്, പക്ഷെ അവരിപ്പോൾ നിങ്ങളെ നോക്കി നിൽക്കുന്ന എനർജിയാണ്. 9 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു വെയിറ്റിങ്ങിലാണ്. അവരിപ്പോൾ ഒന്ന് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണിത്? അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ അവർക്ക് വിട്ടുപിരിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ എനർജിയിലാണ് അവരെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ്. നിങ്ങൾ കൂടെ ഇല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ മനസ്സ് വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡബിൾ എനർജി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ നല്ലൊരു കണക്ഷൻ ആയിരുന്നു, നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് കാണുന്നുണ്ട്. അതിനിടയിൽ ഏതോ ഒരു വ്യക്തി വന്നുകൂടെ. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഏതൊരു തരത്തിലുള്ള ബന്ധത്തിനും ബാധകമാണ്. കപ്പിൾസിന് ബാധകമാണ്, ലവേഴ്സിന് ബാധകമാണ്, ഫ്രണ്ട്ഷിപ്പിന് ബാധകമാണ്. പരസ്പരം സ്നേഹിക്കുന്ന ഏത് വ്യക്തികൾക്കും ഇത് ബാധകമാണ്.
നിങ്ങളുടെ സിറ്റുവേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഈ വ്യക്തി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് കാണുന്നത്. കണ്ടില്ല? നിങ്ങൾ തമ്മിൽ അകലാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജി വന്നത് നിമിത്തമാണ്. ഈ എനർജി എങ്ങനെയാണ് വന്നത്? നിങ്ങളെ തമ്മിൽ പരസ്പരം അകറ്റാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നത് നിമിത്തമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായത് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ പക്ഷേ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എത്ര തേർഡ് പാർട്ടി വന്നാലും ശരി, ഇത് അവരുടെ കറണ്ട് എനർജിയാണ്. കണ്ടില്ലേ? എത്ര തേർഡ് പാർട്ടികൾ വന്നാലും ശരി, ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് അവരുടെ കറണ്ട് എനർജി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം ഒരു തേർഡ് പാർട്ടിയാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോയി അഥവാ നിങ്ങളുമായിട്ട് ഒരു അകൽച്ച സംഭവിച്ചു. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ എല്ലായ്പ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ മറ്റൊന്നുമില്ല. എന്നാൽ പോലും നിങ്ങളുടെ ഇല്ലായ്മ അവർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ വേർപിരിഞ്ഞു പോയതല്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള വേർപാട് അവർക്ക് നല്ല പ്രശ്നം തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നവർ. ഒത്തിരി മുറിവേറ്റ ഹൃദയം, അതുപോലെ ഒത്തിരി ആകാംക്ഷയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട്. എന്നാൽ പിന്നെ എന്താ വന്ന് കൂടാത്തത്? പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് നിങ്ങൾ കയറി വരാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിലേക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ, നിങ്ങളെ കാണാനും സംസാരിക്കാനും, വന്നുപെട്ട പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ, അതുമല്ല എങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, മുന്നോട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച്, അല്ല എങ്കിൽ മുന്നോട്ടുള്ള നിങ്ങളുടേതായ ആ ഒരു സ്നേഹത്തിനെ പറ്റി, ഒത്തിരി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി സംസാരിക്കാൻ, നിങ്ങളെ കാണാൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ, നിങ്ങളുമായിട്ട് യാത്ര നടത്താൻ, നിങ്ങളുമായിട്ടൊരു ഒത്തുചേർന്ന് എവിടെയെങ്കിലും പോകാനോ സംസാരിക്കാനോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിൽ നിന്നും അത് പുറത്തേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇനി അത് ഒതുക്കി വെക്കുന്നില്ല, രഹസ്യമാക്കുന്നില്ല. ഇനി അത് ഞാൻ പരസ്യമായിട്ട് പറയും, തുറന്നു പറയാൻ പോകുന്നു. എൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹത്തെ നിങ്ങളോട് തുറന്നു പറയാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അവരിപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല ഇവിടെ ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നു. ഇവിടെയും എന്താണ്, കളങ്കമില്ലാത്ത ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു കളങ്കമില്ലായ്മയാണ് കാണുന്നത്. കണ്ടില്ലേ? ഫൂളാണ് വന്നിരിക്കുന്നത്. ഫൂൾ എന്ന് പറയുമ്പോൾ ഒരു വിഡ്ഢി എന്നുള്ള അർത്ഥമല്ല. നമ്മൾ അർത്ഥം എടുത്ത് നോക്കുമ്പോൾ ഫൂൾ എന്താണ്? ഒരു വിഡ്ഢി. അങ്ങനെയല്ല. ഇവിടെ കളങ്കമില്ലായ്മ, ഉള്ളിൽ കളങ്കമില്ലായ്മ, അതായത് നിഷ്കളങ്കമായ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ എനർജി. ഈ ഒരു വ്യക്തി എല്ലാത്തിനെയും കളഞ്ഞിട്ട് യൂണിവേഴ്സിൽ ഉള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഇവിടെ നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ നല്ല ഇഷ്ടമാണ്. കാരണം കണ്ടില്ലേ, നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സൗന്ദര്യമുള്ളവരാണ്. നിങ്ങളുടെ നല്ല പേഴ്സണാലിറ്റിയാണ്. അല്ലേ? നിങ്ങൾ റിച്ചാണ്, നിങ്ങൾ സാമ്പത്തികമുള്ളവരായിരിക്കാം, നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്, മറ്റു പല കാര്യങ്ങളിലും നല്ല കഴിവുള്ളവരാണ്, സംസാരിക്കാൻ കഴിവുള്ളവരാണ്, കാണാൻ ഭംഗിയുള്ളവരാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള നിങ്ങളെ, ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങളെ അവർക്കൊരിക്കലും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. വീണ്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം. അത് അവരുടെ കറണ്ട് എനർജിയാണ്, അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കണ്ടില്ലേ? ഇവിടെയോ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പുതിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം. വിട്ടുപിരിയാൻ പറ്റില്ല, നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, തയ്യാറല്ല, അവരതിന് തയ്യാറല്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. ആകാംക്ഷയോട് നോക്കി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ഒരറ്റത്ത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്.
ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവരുടെ ഇടയിലാണ് ഈ ഒരു എനർജി എങ്കിൽ അത് ചിലപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും ആയിരിക്കാം ഈ വിവാഹം നടത്താൻ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാവാം. ഇനി അതുമല്ല, മറ്റാരെങ്കിലും നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകുന്നതിൽ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ഉണ്ടാവാം, അവരിതിനിടയിൽ കയറിയിട്ടുണ്ടാവാം. ഇനി മറ്റേതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ ഇടയിൽ കയറി അവരുമായിട്ട് കൂടുതലായിട്ട് സ്നേഹം നടിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും വരാം. എന്തായാലും ഇവിടെ മനഃപൂർവ്വം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആരോ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിൽ വന്നതാണ്, നല്ല സ്നേഹത്തിൽ വന്നതാണ്, നല്ല ഐശ്വര്യത്തിലൂടെയും സമൃദ്ധിയിലൂടെയും മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഒരുപാട് സ്നേഹത്തിലൂടെ മുന്നോട്ട് വന്നതാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് ഇവർ എന്നാണ് കാണുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു, അവർ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ തൽക്കാലത്തേക്ക് നിങ്ങൾ തമ്മിലൊരു അകൽച്ചയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതാണ് അവരുടെ കറണ്ട് എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇത് എംപ്രസിന്റെ എനർജി. എംപ്രസിന്റെ എനർജി നിങ്ങളെ ഒരു മഹാറാണിയെ പോലെ, ഇനി തിരിച്ചാണെങ്കിലും പറയാം നിങ്ങളെ ഒരു മഹാരാജാവിനെ പോലെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ചിലപ്പോൾ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്ന എനർജി, കുട്ടികളോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹീലിംഗ് പവർ, നിങ്ങളുടെ സംസാരം, നിങ്ങളെ കാണാൻ ഉള്ള സൗന്ദര്യം ഒക്കെയും അവർക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണിത്. അപ്പൊ നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഉയരത്തിലുള്ള സ്നേഹമാണിത്. ഒത്തിരി അവർക്ക് പ്രതീക്ഷകളുള്ള സ്നേഹമാണ്. മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ക്രിയേറ്റീവ് എനർജി ഉള്ള കാർഡാണിത്. അപ്പൊ ഈ ഒരു ക്രിയേറ്റീവ് എനർജിയിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവാം. എംപ്രസിന്റെ എനർജി അല്ലേ? അപ്പോൾ അത്രമാത്രം നിങ്ങളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വാക്കും പ്രവൃത്തികളും എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ എന്നുള്ള, നിങ്ങളെയും നിങ്ങളോടൊപ്പമുള്ള കുട്ടികളെയും എല്ലാവരെയും അവർ സ്നേഹിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം സ്നേഹം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു ലക്ഷ്യബോധമില്ലാതെ അവർ ഇതുവരെയും മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഇനി ഈ ഒരു അകൽച്ച കൊണ്ട് അവർ ഒരുപാട് പാഠം പഠിച്ചിരിക്കുന്നു. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയും അവർക്ക് നല്ലതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ പാഠങ്ങൾ അവർ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഒരു പാഠം പഠിച്ചത് കൊണ്ട് മാത്രം അവർ ഇനിയും ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് വരണം എന്നാഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു റീയൂണിയന് താല്പര്യമുണ്ടെന്ന് കാണുന്നു. നിങ്ങളുമായിട്ട് ഇനിയും സുഖത്തിലായാലും ദുഃഖത്തിലായാലും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ജസ്റ്റിസ് വേണം, അതിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ഇനി ഒരു ജസ്റ്റിസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നീതിദേവത കനിയണം, മനസ്സിലായി? എന്നാലേ ഇനി നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. നിങ്ങളുമായിട്ട് ഇനി ഒരു ജസ്റ്റിസ് വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീതി വേണം. ഇനി ഇതുവരെ സംഭവിച്ചതിനൊക്കെയും എന്താണ്? ഒരു ക്ഷമ പറയണം. ഇതുവരെ സംഭവിച്ചതൊന്നും അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, മനഃപൂർവ്വമല്ല. അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളോടൊപ്പം മുന്നോട്ട് പോയേ മതിയാവൂ. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. അതിനാണ് അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, പോസിറ്റീവായൊരു ലൈഫിലൂടെ മുന്നോട്ട് വീണ്ടും പോകണമെന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെയോ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. സമയം കുറച്ചുകൂടെ നല്ലതാണ്, കുറച്ചുകൂടെ ഭാഗ്യസമയം വരുന്നുണ്ട് എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ ഭാഗ്യസമയം വരുന്നുണ്ട്. കഷ്ടകാല സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മൾ പറയല്ലേ, എന്തെങ്കിലും നമുക്ക് സംഭവിക്കുമ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് അത് സംഭവിച്ചു, ഇനി എനിക്ക് നല്ലൊരു സമയമാണ് വരുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞതുപോലെ അവർ പറയുന്നു, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ അവർ പറയുന്നത്, എൻ്റെ കഷ്ടകാലത്തിന് പല കാര്യങ്ങളും സംഭവിച്ചു, ഇനിയാണ് എനിക്കൊരു നല്ല സമയം വരുന്നത്, ഇനി മേലാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം, സന്തോഷത്തോടു കൂടി പോകണം. ഇവിടെ സന്തോഷമാണ്, കണ്ടില്ലേ? 9 ഓഫ് കപ്സിന്റെ എനർജി നിറഞ്ഞ സ്നേഹം, സഫലത അവർ അനുഭവിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സ്നേഹം, സന്തോഷം. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെയും അവർക്ക് നല്ല സ്നേഹത്തിലിരിക്കാൻ തോന്നുന്നു. നല്ലതുപോലെ അവർ ചിന്തിക്കുകയും നല്ലതുപോലെ അവർ നിങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യുന്ന എനർജിയാണ്
വീണ്ടും മുന്നോട്ട് തന്നെ പോകണം. ആയുഷ്കാലം മുഴുവൻ നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ. ഒരു സോൾമേറ്റ് കണക്ഷനാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം, അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോൾ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വേർപാടില്ല. ഇവിടെ അഥവാ വേർപെട്ട് പോയാൽ തന്നെ വീണ്ടും ഒന്നിച്ചു ചേരും. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തന്നെ, ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ തന്നെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയം ഫീൽ ചെയ്തിരുന്നതാണ്. പണ്ടെങ്ങോ കണ്ട ഒരു വ്യക്തിയാണല്ലോ ഇത്, എൻ്റെ ആരോ ആണല്ലോ ഇത്, പാസ്റ്റ് ലൈഫിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ തോന്നിയിരിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ തമ്മിൽ ഒരു വേർപാട് വന്നു. ഇനിയും നിങ്ങൾ വീണ്ടും കൂടിച്ചേരും. നിങ്ങളോടൊപ്പം തന്നെ അവർ മുന്നോട്ട് പോകും. നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കുട്ടികളോടൊപ്പം, അല്ലെങ്കിൽ ഒന്നിച്ചൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. നേരത്തെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കഴിഞ്ഞിരുന്നവർ ആയിരിക്കാം. ഏത് കണക്ഷൻ ആണെങ്കിൽ തന്നെയും, എക്സ്ട്രാ മാരിറ്റൽ ആണെങ്കിൽ തന്നെയും നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളവർ ആയിരിക്കാം. അതുപോലെ ലവേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെയും അങ്ങനെ വരാം. അപ്പോൾ ഇനിയാണെങ്കിൽ തന്നെയും ഈ ഒരു കണക്ഷനിലൂടെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണിത്. അപ്പോൾ ഈ ഒരു കണക്ഷനിലൂടെ മുന്നോട്ട് പോകണമെന്ന് അവർ വീണ്ടും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കാരണം നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് പറ്റില്ല. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. പലപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരു വിടുതൽ വേണം, നിങ്ങളെ ഓർമ്മിക്കാതെ 1-2 ദിവസം ഒന്ന് കഴിയാം. പക്ഷെ പറ്റില്ല. നിങ്ങളിൽ അവർ അഡിക്റ്റാണ്. നിങ്ങളുടെ സ്നേഹത്തിൽ അവർ അഡിക്റ്റാണ്. അവർക്കല്ല, നിങ്ങളില്ലാതെ മുന്നോട്ട് വരാൻ പറ്റില്ല. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളില്ലാതെ മുന്നോട്ട് ഇനി ഒരു ലൈഫ് ഇല്ല. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ സമ്മതിക്കില്ല അതിന്. ബാക്കിൽ വന്നിരിക്കുന്ന 7 ഓഫ് വാൻഡ്സ് ആണ്. പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. എന്നാലും ശരി, അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പമുള്ള ലൈഫ് അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. മനസ്സിലായോ? നമുക്ക് കാർഡ്സ് നോക്കാം. കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് കണ്ടില്ലേ? നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക്, നിങ്ങളുടെ കെയർ ഇല്ലാതെ, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ, നിങ്ങളുടെ ആ തണലില്ലാതെ, നിങ്ങളുടെ സംസാരമില്ലാതെ, നിങ്ങളുടെ കളിച്ചിരി ഇല്ലാതെ, തമാശകളില്ലാതെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുമായി കൂടി ചേർന്ന് തന്നെ പോകണമെന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. അതാണ്, മനസ്സിലായോ? അവർക്ക് പറ്റിയ പാർട്ട്ണർ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമേ ഈ ഒരു ലൈഫിൽ സന്തോഷം ഇനിയെങ്കിലും ഉണ്ടാവൂ എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് അവർ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല എന്നാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത്രയും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞ് ഇനി ഒരു പരിവർത്തനം വരും, ഇനി ഒരു മാറ്റം വരും. കണ്ടല്ലേ? ഇനി ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അവർ കണ്ടില്ലേ, അവർ പുതിയ ഒരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അഡ്വഞ്ചർ, ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ അവർ തയ്യാറാണ്. അവർക്കതിനെ മറികടക്കാൻ കഴിയും, അങ്ങനെ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. കണ്ടോ? ഒരു കാർഡ് എടുക്കാം. മിസറാണ്. നിങ്ങളെ നഷ്ടപ്പെട്ട പോലെ അവർ തിരിഞ്ഞു നോക്കുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. മറ്റാരുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ നോക്കിയിരിക്കും. തിരിഞ്ഞു നോക്കുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ, നിങ്ങളുടെ മെസ്സേജ് ഉണ്ടോ, നിങ്ങളുടെ കാൾ ഉണ്ടോ, നിങ്ങളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണം. വളരെയധികം ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന എനർജിയാണ് വീണ്ടും നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കമ്പാരിസൺ ആണ്. അവർ പലപ്പോഴും അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്.
മനസ്സിലായോ? അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ഒരുപാട് ഗുണങ്ങളുള്ളത്. അവരെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളുള്ളവർ നിങ്ങൾ തന്നെയാണ്. അവരത് സ്വയം റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞല്ലോ, അവർ പലപ്പോഴും ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ സൗന്ദര്യം. അതുപോലെ നിങ്ങൾ എംപ്രസ് മഹാറാണിയെ പോലെയുള്ള നിങ്ങളുടെ പെരുമാറ്റം, അതുപോലെ ആകർഷിക്കപ്പെടുന്ന ആ ഒരു സൗന്ദര്യം, അതുപോലെ നിങ്ങളുടെ സംസാര രീതി, ഹീലിംഗ് ഇഫക്റ്റ് ഒക്കെയും അവർക്ക് ചിന്തയുണ്ട്. അവരതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളാണ് എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെയാണ് ഗുണങ്ങൾ കൂടുതലായിട്ടുള്ളത് എന്ന് അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സെലിബ്രേഷനെ നിങ്ങളോടൊപ്പം ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നിച്ച് യാത്രകൾ ചെയ്യാൻ, ഒന്നിച്ച് പാർട്ടിയിൽ പോകാൻ, അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ. കണ്ടില്ലേ? അപ്പോൾ കൂടുതൽ സന്തോഷിക്കാൻ, കണ്ടുമുട്ടിയിട്ട് നിങ്ങളുമായി കൂടി ചേർന്നിട്ട് ഒരുപാട് സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? നമുക്കിനി റൊമാൻസ് ഏഞ്ചൽസ് നോക്കാം. ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഫാമിലി യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പേരൻസ്. അപ്പം ഇവിടെ നിങ്ങളുടെ പേരൻസിനെ കൂടി ഉൾപ്പെടുത്തുക. അവരോട് ഫോർഗിവ് ചെയ്യാനും തയ്യാറാവണം. പല കാര്യങ്ങൾ, അവർക്ക് പ്രായമായവരല്ലേ, പല കാര്യങ്ങൾ അവിടെ പ്രശ്നത്തിൽ ഉണ്ടാവണം. പക്ഷെ അവരുമായിട്ട് ഫോർഗിവ് ചെയ്ത് പോകാനും കൂടെ തയ്യാറാവണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഏഞ്ചൽസിൻ്റെ റൊമാൻസ് കാർഡാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക, എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ സ്നേഹിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ പാർട്ട്ണറെ ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് സ്നേഹിച്ചു പോകാൻ പറ്റൂ. കാരണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ വിഷമം അവരും അനുഭവിക്കുന്നല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് ആ വേദന സ്വന്തം വേദനയായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരേതെങ്കിലും തരത്തിൽ വിഷമിച്ചു കഴിഞ്ഞാൽ ആ വേദന തൻ്റെ വേദനയാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അത് അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ. ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. ഇവിടെ ട്രൂ ലവ് ആണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റൊമാൻസാണ്, ഒരു പ്രണയകാലമാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു റൊമാൻസിൻ്റെ ഒരു സമയമാണ് ജീവിതത്തിലെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. റൊമാൻസിൻ്റെതായ സമയമാണ് ഇത്. ട്രൂ ലവ് ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, വേർപിരിയാൻ പറ്റുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് ആണ്. ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഫ്രീഡമാണ്. ദെയർ ഈസ് നത്തിങ് സ്റ്റോപ്പിംഗ് യു, ദ പാത്ത് ഈസ് ക്ലിയർ ഇഫ് യു വാണ്ട് ടു ബി. നിങ്ങൾ ഫ്രീഡം, സ്വാതന്ത്ര്യം വേണം, അത്യാവശ്യമാണ്. ഇവിടെ തേർഡ് പാർട്ടി വന്നു, പിണങ്ങിയിരുന്നു, അവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ? ഒന്നും പറയാനും പറ്റുന്നില്ല, കാണാനും കേൾക്കാനും ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഇനി വേണ്ടത് എന്താണ്? ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ് വേണ്ടത്. നിങ്ങളെ ആരും തടയാനില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആരും ഇവിടെ വരുന്നില്ല. ഗൈഡൻസ് ആണിത്, ഗൈഡൻസ് മെസ്സേജ്. ദർ ഇസ് നത്തിങ്. നിങ്ങളെ ആരും സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട എന്ന് ആരും നിങ്ങളെ തടയാനില്ല. പിന്നെ വഴി ക്ലിയർ ആണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി ക്ലിയർ ആണ്. മനസ്സിലായോ? നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി ക്ലിയർ ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ സാധിച്ചെടുക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണ് അത് നിങ്ങൾ തൽക്കാലം സാധിച്ചെടുക്കൂ. ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ. ഫെബ്രുവരി മന്താണ് വന്നിരിക്കുന്നത്.
ഡിസംബർ മന്ത് വന്നിട്ടുണ്ട്. ലെറ്റർ ടി, ലെറ്റർ യു. മിഥുനമാസം ജമിനി. മകയിരം അര, തിരുവാതിര, പുണർതം, മുക്കാൽ. തൃശ്ശൂർ. ഏപ്രിൽ. മെയ് മന്ത്. ഇവിടെ വെർഗോ കന്നിമാസമാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര, അര. ജൂൺ മന്ത്. ലെറ്റർ സി, ലെറ്റർ ഡി. ലെറ്റർ എം, ലെറ്റർ എൻ. ലെറ്റർ വി, ലെറ്റർ വൈ. ലിയോ ചിങ്ങമാസം. മകം, പൂരം, ഉത്തരം, കാൽ. ജനുവരി മന്ത്. നമ്പർ 1 ഇടുക്കി. സെപ്റ്റംബർ. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ് ഇതൊക്കെയാണ്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞത്. ആർക്ക് റെസണേറ്റ് ആകുന്നോ അവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കണം കേട്ടോ. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? പല ജോലി തിരക്കിലാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് കാണാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജോലിയിലാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ, ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ റീഡിങ്ങിലാണെങ്കിലൊക്കെ ഈ കാൾ വരുമ്പോൾ എടുക്കാനോ സംസാരിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.